അറിഞ്ഞില്ലേ സെവൻസിലെ ഓണം ഓഫറിനെ കുറിച്ച്? 20 ഭാഗ്യശാലികൾക്ക് 20 സ്വർണ്ണ നാണയങ്ങൾ സമ്മാനമായി ലഭിക്കുന്നു. സെപ്റ്റംബർ 1 മുതൽ സെപ്റ്റംബർ 20 വരെ പർച്ചേസ് ചെയ്യുന്ന 20 പേർക്കാണ് ഈ സൗഭാഗ്യം. എങ്ങനെയാണെന്നല്ലേ? എല്ലാ ദിവസവും നറുക്കെടുപ്പിലൂടെ ഒരു ഭാഗ്യശാലിയെ കണ്ടെത്തി ഉടൻ തന്നെ സ്വർണ്ണ നാണയം നൽകുന്നു. ഇനി സെവൻസിലെ മറ്റൊരുക്കങ്ങളെ കുറിച്ച് അറിയണ്ടേ? ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ വെറൈറ്റി ഡിസൈൻ, ക്യൂട്ട് ഡയമണ്ട് കളക്ഷൻ, 10 പവൻ മുതലുള്ള കല്യാണ സെറ്റിൽ തുടങ്ങിയ വിപുലമായ ഒരുക്കങ്ങളുമായി ഈ ഓണം പൊന്നോണമാക്കുവാൻ സെവൻസ് ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. മറക്കല്ലേ, ഈ ഓണവും സെവൻസിനോടൊപ്പം. ഡോക്ടർ ബി ആർ അംബേദ്കർ സാംസ്കാരിക സമിതിയുടെ നേതൃത്വത്തിൽ മഹാത്മാ അയ്യങ്കാളി ദിനം ആചരിച്ചു. ഡോക്ടർ ബി ആർ അംബേദ്കർ സാംസ്കാരിക സമിതിയുടെ ആഭിമുഖ്യത്തിൽ മഹാത്മാ അയ്യങ്കാളി ജന്മദിനാഘോഷം ചെറായി അംബേദ്കർ ബീച്ചിൽ നടന്നു. സാംസ്കാരിക സമ്മേളനം ഹൈബീഡ് എം പി ഉദ്ഘാടനം ചെയ്തു. മണ്ണിന്റെ മണമറിയുന്ന കർഷകൻ മുതൽ ഈ സമൂഹത്തിൽ അകറ്റി നിർത്തപ്പെട്ട എല്ലാ അനീതികൾക്കുമെതിരെ, പാർശ്വവൽക്കരിക്കപ്പെട്ട എല്ലാ ദുരാചാരങ്ങൾക്കുമെതിരെ പടപൊരുതി സമൂഹത്തിന്റെ മുൻ ശ്രേണിയിലേക്ക് ഒരു സമൂഹത്തെ നമ്മുടെ കൊച്ചി കായലിലടക്കം അവരെ സമ്മേളിപ്പിക്കുന്നതിൽ വള്ളങ്ങൾ കൂട്ടിയിട്ട് നടത്തിയ സമ്മേളനങ്ങൾ മുതൽ വില്ലുവണ്ടി സമരം മുതൽ എടുത്തു പറയാൻ കഴിയുന്ന പ്രതിരോധത്തിന്റെ, പ്രതിഷേധത്തിന്റെ, പ്രതികരണത്തിന്റെ ഒരുപാട് കഥകൾ പറയാനുള്ള മഹാനായ അയ്യങ്കാളിയുടെ മണ്ണിൽ നിന്ന് സംസാരിക്കുമ്പോൾ, അദ്ദേഹത്തിന്റെ ജന്മദിന മഹോത്സവം നമ്മൾ കൊണ്ടാടുമ്പോൾ പുതിയ തലമുറ ഇന്ന് അവർ നേടിയെടുത്തിട്ടുള്ള, അവർ ജീവിക്കുന്ന ഈ മണ്ണിൽ എങ്ങനെയാണ് അവർക്കത് നേടിയെടുക്കാൻ സാധിച്ചത്, എങ്ങനെയാണ് നവോത്ഥാന നായകന്മാർ എത്രയോ ദീർഘവീക്ഷണത്തോടുകൂടി ഒരു പുരോഗമന സമൂഹത്തെ എത്രയോ നാളുകൾക്ക് മുമ്പ് കണ്ടു തുടങ്ങി. ഇന്ന് ഇങ്ങനെ ഒരു സമൂഹം ഉണ്ടായിരുന്നോ, മാറുമറയ്ക്കാൻ അവകാശത്തിന് വേണ്ടി പോരാടിയ ഒരു സമൂഹം ഉണ്ടായിരുന്നോ എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ, അത് പുതിയ തലമുറയ്ക്ക് പകർന്നു കൊടുക്കുമ്പോൾ, അത് ഒരു ഊർജമായി, ഇനിയും പോരാടാനുള്ള കരുത്തായി, ഇനിയും ഈ രാജ്യത്തിന്റെ മുന്നോട്ടുള്ള പ്രയാണത്തിൽ പാർശ്വവൽക്കരിക്കും. പ്രസിഡന്റ് സി എസ് സൈനൻ അധ്യക്ഷനായ യോഗത്തിൽ ദിനുവേൽ മുഖ്യ പ്രഭാഷണം നടത്തി. സെക്രട്ടറി ബി ആർ രാജേന്ദ്ര പ്രസാദ്, സിനിമാ താരം ധർമ്മരാജ് അമ്പോൾകാട്ടി, രമണിയ ജയൻ, സുധീർ വാച്ചാക്കൽ, എൻ എം രാഘവൻ എന്നിവർ പ്രസംഗിച്ചു. ഇത് എം പി പറഞ്ഞ പോലെ ലോകത്ത് ഒരു സ്ഥലത്തും ഇല്ലാത്തതാണ്. ഇനിയും പ്രതിമകൾ സ്ഥാപിക്കാൻ ഇടയുണ്ട് എന്നും പറഞ്ഞു. ആ പ്രതിമ ഉണ്ടാക്കിയ 1-2 പേരെന്നോട് വന്ന് ഒക്കെ പറഞ്ഞു. അങ്ങനെ സന്തോഷം തോന്നി. കാരണം ഒരുപാട് നമ്മളൊക്കെ ജനിക്കുന്നതിന് മുമ്പ് നിലനിന്നിരുന്ന ഒരുപാട് അനാചാരങ്ങൾക്കെതിരെ. ന്യൂസ് ബ്യൂറോ, ചെറായി.